നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് പുതിയ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024 കൂലി വർക്കറാണ്. അതിൻ്റെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം എഴുതുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്ന നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്, റൗലറ്റ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്ന നിയമം ഏതാണ്? ആൻസർ ഏതാണ്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്റ്റാണ് ആൻസർ. അതായത് 1919 പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണെന്ത്? റൗലറ്റ് ആക്ട്. 1919 പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഏതാണ്? റൗലറ്റ് ആക്റ്റാണ്. ഓക്കെ. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണിത്, റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം ഏതാണിത്? റെഗുലേറ്റിംഗ് ആക്ട്. അതായത് 1773 റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. ആ സമയത്ത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഗവർണർ ജനറൽ, ബംഗാളിൻ്റെ ഗവർണർ. ഇത് പൗരാവകാശം എന്ന് പറയാനായിട്ട് പൗരാവകാശങ്ങൾക്കാണെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണിത്, റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഇവിടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പോൾ അത് 1784 വരിക. എന്നാൽ ചാർട്ടർ ആക്ട് ഏത് വർഷമായിരിക്കണം? 1800 വരുന്നത്. 1833. ഓക്കെ. റൗലറ്റ് ആക്ട് 1919, റെഗുലേറ്റിംഗ് ആക്ട് 1873, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1884. 1883 ഏതാണ്? 1833 ചാർട്ടർ ആക്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കിയത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഈസ് മഹാത്മാഗാന്ധിജി. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. പ്ലാസി യുദ്ധം എന്ന് പറയുമ്പോൾ എന്ന് നടന്നതാണിത്? പ്ലാസി യുദ്ധം 1757. പ്ലാസി 1757 പ്ലാസി യുദ്ധം. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണേത്? പ്ലാസി യുദ്ധം അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി പ്ലാസിയിൽ വെച്ച് ഏറ്റുമുട്ടി അല്ലേ? സിറാജുദ്ദൗള ഇവിടുത്തെ ബംഗാളിലെ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ അതിൻ്റെ സ്റ്റോറി പോകുന്നുണ്ട്. അപ്പോൾ 1857 പ്ലാസി യുദ്ധം നടന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നാഗ്പൂർ, മുംബൈ, അമരാവതി, ലാഹോർ സമ്മേളനം. ആൻസർ ഏതാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് എന്താണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനം എന്നാണ്? നാഗ്പൂർ സമ്മേളനം എന്ന് പറയുമ്പോൾ 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണെന്ത്? നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സമ്മേളനമാണെന്ത്? കോൺഗ്രസ് സമ്മേളനമാണെന്ത്? നാഗ്പൂർ സമ്മേളനം. അപ്പോൾ അമരാവതി സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അമരാവതി സമ്മേളനം എന്നാണ് നടന്നത്? 1897. അമരാവതി 1897 അമരാവതി സമ്മേളനം. അതായത് പ്രത്യേകത വെച്ചാൽ സി ശങ്കരൻ നായർ, മലയാളിയാണ്, അധ്യക്ഷനായിരുന്ന സമ്മേളനമാണെന്ത്? അമരാവതി സമ്മേളനം. സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന സമ്മേളനമാണെന്ത്? അമരാവതി
സമ്മേളനം 1997. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്ത ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചതാണ് ലാഹോർ സമ്മേളനം. നെക്സ്റ്റ് വൺ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഡൽഹൌസി, കോൺവാലിസ്, വെല്ലസ്ലി, കഴ്സൺ പ്രഭു. ആൻസർ കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭുവാണ് നടത്തിയത്. വർഷം 1905, 05 അല്ലേ, ജൂലൈ 20 ജൂലൈ 20 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം അല്ലേ. അതിനെ യോജിപ്പിക്കുന്നുണ്ട് ആളുണ്ടായിരുന്നത് ഹാർഡിഞ്ച് രണ്ടാമൻ. 11 റദ്ദ് ചെയ്തു. അത് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. അതാണ് ഹാർഡിഞ്ച് പ്രഭു റദ്ദ് ചെയ്തു. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു ആണെങ്കിൽ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യപ്പെട്ടു. ആരെക്കൊണ്ട്? ഹാർഡിഞ്ച് രണ്ടാമൻ വൈസ്രോയിയാണ്. ഹാർഡിഞ്ച് രണ്ടാമൻ ഇവിടെ 11 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ അസഫ് അലി, സരോജിനി നായിഡു, മാഡം ഭിക്കാജി കാമ. ആൻസർ ഈസ് സരോജിനി നായിഡു. അതായത് INCയുടെ പ്രസിഡന്റ് ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. എപ്പോഴാണ് നടന്നത്? 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ് ആവുന്നത്. എന്നാൽ ഇവിടെയുള്ളത് ആനി ബസൻ്റ് പ്രത്യേകതയുണ്ട്. ആനി ബസൻ്റ് ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ആര്? ആനി ബസൻ്റ്. ഇവിടുത്തെ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതാര് തന്നെയാണ്? ആനി ബസൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ഈസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ ഭരണഘടനാപരമായ ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശം എന്ന് പറയുമ്പോൾ 19(1) വരുന്നത്. 19(1) അതാണ്. അതായത് ഏകദേശം ഒരു ABCDG വരെ ഉണ്ട്. ആയുധങ്ങളുടെ ഇല്ലാതെ സമ്മേളിക്കാനുള്ള അവകാശമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാം 19 വരുന്നതാണ്. മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ വരിക 19 വരിക. അതിലൊന്നാണ് എന്ത്? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അവകാശം. മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19(1) വരിക. അതിലൊന്ന് മാത്രമാണ് A to G വരെയുണ്ട്. അതിനകത്ത് ഒന്ന് മാത്രമാണ് എന്ത്? ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയും. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആയുധങ്ങളുള്ള സമ്മേളിക്കാനുള്ള അവകാശമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇത് ഭരണഘടനാപര പ്രതിവിധിക്കുള്ള അവകാശം ഏതിനകത്ത് വരിക? 32 വരിക. 32 അല്ലേ, 32 അനുച്ഛേദമാണ് വരിക. അത് മാത്രം നോക്കിയിരിക്കും. പ്രതിവിധിക്കുള്ള അവകാശം അതെപ്പോഴും ചോദിക്കുന്ന 32 ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? സ്വത്തവകാശം നീക്കം ചെയ്തത് 29, 25, 42, 44. ദി ആൻസർ ഈസ് 44 ഭേദഗതി വഴിയാണ് സ്വത്തവകാശം മൗലികാവകാശം നീക്കം ചെയ്തത്. ഓക്കെ, ഇവിടെ 29 ഭേദഗതി എന്ന് പറയുമ്പം എന്താണ് പറയുന്നതിനെക്കുറിച്ച്? 29 എന്ന് പറയുമ്പോൾ അതായത് കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? 29. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് 29 ഭേദഗതി 1972. എല്ലാം കൂടി ഓർക്കണ്ട. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് പറയുന്നതാണെന്ത്? 29ാമത്തെ ഭേദഗതി. 42 അറിയാമായിരിക്കും അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയാറുണ്ട്, അറിയത്തില്ലേ? ഓക്കെ, ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്താണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്താണ് 42ാം ഭേദഗതി. ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണത്. ഓക്കെ, ഇവിടെ നമുക്ക് 44ാം ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം അല്ലേ? 44ാം ഭേദഗതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ,
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശം അത് അമേരിക്കയാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് സ്വീകരിച്ചത്. അവകാശ അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്ക. നെക്സ്റ്റ് വൺ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിന് വേണ്ടി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിന് വേണ്ടിയിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ആൻസർ ഈസ് സൊരൻ സിംഗ് കമ്മിറ്റി. സൊരൻ സിംഗ് കമ്മിറ്റിയാണത്. സൊരൻ സിംഗ് കമ്മിറ്റി മറ്റു പ്രത്യേകതയുണ്ട്. എന്താണത്? 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സൊരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അതും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. തൊട്ടുമുന്നേ 42ാം ഞാൻ പറഞ്ഞില്ല, ആമുഖത്തിൻ്റെ പറഞ്ഞു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു, 3 വാക്ക് സോഷ്യൽ, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി 3 വാക്ക് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ എന്താണ്? ഈ സൊരൻ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്താൻ ശുപാർശ ചെയ്യപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആരാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ. ആൻസർ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ രാഷ്ട്രപതിയാണ് വിളിച്ചു ചേർക്കുക. സംയുക്ത സമ്മേളനം അല്ലേ? അതായത് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് പ്രാവശ്യം ചെയ്യുന്നത്? സംയുക്ത സമ്മേളനങ്ങൾ കൂടുക. നെക്സ്റ്റ് വൺ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് ഇവിടെയാണ്. 47 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ദ ആൻസർ ഈസ് തൃശ്ശൂരാണ്. തൃശ്ശൂർ. വർഷം ഏതായിരുന്നു? വർഷം ഐക്യ കേരള കൺവെൻഷൻ 1947 ഐക്യ കേരള കൺവെൻഷൻ തൃശ്ശൂർ നടന്നു അല്ലേ? അതിന് തൊട്ട് മുൻപ് 1978 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുണ്ട്. അത് പയ്യന്നൂരാണ്. എന്നാൽ 1ാം കേരള സഭ നടന്നത് എന്തായിരുന്നു? ഐക്യകേരളം ചോദിച്ചുകൊണ്ടാണ്. അതിനടുത്ത് വരുന്ന പോയിൻറ്റ്സ് തന്നെയാണ് പറയുന്നത്. 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? 1921 അത് ഒറ്റപ്പാലത്താണ്. ഓക്കെ അല്ലേ? ഇത് 47 തൃശ്ശൂർ ഐക്യ കേരള കൺവെൻഷൻ നടന്നു. 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? ഒറ്റപ്പാലം. നമുക്കറിയാവുന്നതായിരിക്കും. എന്നാലും 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഒറ്റപ്പാലമായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ബാരിസ്റ്റർ ടീം പ്രകാശം. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ടീം പ്രകാശം. നെക്സ്റ്റ് വൺ, സമത്വ സമാജ് എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീ നാരായണ ഗുരു, സഹോദരനയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ദി ആൻസർ ഈസ് വൈകുണ്ഠ സ്വാമികൾ അല്ലേ? വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, മുണ്ട കലാപം. ആൻസർ ഈസ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം ഏതാണ്? 1721 അല്ലേ? ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം 1721 കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ സംഘടിത പ്രക്ഷോഭം നടന്നതാണ് അത്. എന്നാൽ കുറിച്യലഹള എന്നാണ്? കുറിച്യ കലാപം എന്ന് പറയുമ്പോൾ എന്നാണ്? നേതൃത്വം കൊടുത്തതാരാണ്? രാമൻ നമ്പിയാണ്. അറിയാം. കുറിച്യലഹള 1812. എപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ 1812 നേതൃത്വം കൊടുത്തതാരാണ്? രാമൻ നമ്പി ആണ് അല്ലേ? മലബാർ കലാപം എന്ന് പറയുമ്പോൾ എന്നാണ്? 1836 മുതലാണ് വരുന്നത്. 36 മുതലാണ് മലബാർ. 1800 തന്നെയാണ്. 36 മുതലാണ് മലബാർ കലാപം തുടങ്ങുന്നത്. വില്യം ലോഗൻ്റെ കാര്യമൊക്കെ അവിടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള, സി അച്യുത മേനോൻ, EMS നമ്പൂതിരിപ്പാട്, PK വാസുദേവൻ നായർ.
ആൻസർ ഈസ് ഏതാണ്? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്. നെക്സ്റ്റ് വൺ. 1917 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഗൗരി പാർവതിഭായി, മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി. പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആരാണ്? ദ ആൻസർ ഈസ് ഗൗരി പാർവതിഭായി. ഈ പ്രാഥമികയും പാർവതിയും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഗൗരി പാർവതിഭായി. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസം പാർവതിഭായി. നെക്സ്റ്റ് വൺ. G20 ബന്ധപ്പെട്ട താഴെ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഈസ് കണ്ണൂരാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഫസൽ അലി, പോട്ടി ശ്രീരാമുലു, KM പണിക്കർ, HN ഖുൻസ്രു. ആൻസർ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ആൻസർ പോട്ടി ശ്രീരാമുലു. ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ബാക്കി അംഗങ്ങൾ സർദാർ KM പണിക്കറും HN ഖുൻസ്രു. ഫസൽ അലി, KM പണിക്കറും HN ഖുൻസ്രുവും അടങ്ങുന്നതാണെന്ത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ അധ്യക്ഷൻ എന്താണ്? ആരാണ്? ഫസൽ അലിയാണ് അധ്യക്ഷൻ. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നത് 1953 വന്നത്, അല്ലേ? അതിൻ്റെ പുതിയ പുനഃസംഘടന വന്നത് എന്നാണ്? 1956 പുനഃസംഘടന വരുന്നത്. അങ്ങനെ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണങ്ങളുമാണ് വന്നിട്ടുള്ളത്. 1956 അല്ലേ? 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ളത് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവർ 3 പേരും ഫസൽ അലിയും KM പണിക്കരും HN ഖുൻസ്രുവും അടങ്ങിയതാണെന്ത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ വരുന്ന അംഗങ്ങൾ. എൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു, അല്ലേ? പോട്ടി ശ്രീരാമുലു എന്താണ്? നിരാഹാരം ആന്ധ്രാപ്രദേശിന് അനുഷ്ഠിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേര, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ആൻസർ ഓപ്ഷൻ സി ആണ്. പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, പിന്നെ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസമാണെന്ത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഉൾപ്പെടുന്നവ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതല്ല? സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതല്ല? ആൻസർ ഈസ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അടുത്തത്. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ, ചൈന, കൊറിയ, ബ്രിട്ടൻ. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഹോമി ജഹാംഗീർ ഭാവ, APJ അബ്ദുൽ കലാം, വിക്രം സാരാഭായ്, ഡോക്ടർ രാജ രാമണ്ണ. ആൻസർ ഈസ് ആരാണ്? APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൊണ്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ദി ആൻസർ ഈസ് ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൊണ്ട് മാരിയറ്റ് തോമസ്. കാലുകൾ ജിലുമോൾ. ഓക്കെ, കാലുകൊണ്ട്
ലൈസൻസ് ലഭിച്ചതാണ് ജില്ലിമോൾ മാരിയറ്റ് തോമസ്. ജില്ലിമോൾ മാരിയറ്റ് തോമസ് കാലുകൊണ്ട്. നെക്സ്റ്റ് വൺ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഈ രാജ്യത്തെ ടീമിനെയാണ്? ഓസ്ട്രേലിയ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ദി ആൻസർ ഈസ് ശ്രീലങ്ക. നെക്സ്റ്റ് വൺ, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഇന്ത്യക്ക് എത്രാം സ്ഥാനം വലിപ്പത്തിൽ ഉണ്ട്? 7ാം സ്ഥാനം. 7ാം സ്ഥാനമാണ് വലിപ്പത്തിലുള്ളത്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? മത്സ്യബന്ധന വകുപ്പ് സജി ചെറിയൻ. ഇതിൻ്റെ ഒരു കറണ്ട് അഫെയർ വരുന്ന ടീം ഞാൻ ചെറിയൊരു പാക്കേജാക്കി ഇടുന്നുണ്ട് കേട്ടോ. കർണാടകവും തമിഴ്നാടും ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ആറളം, ചിന്നാർ, മുത്തങ്ങ, പേപ്പാറ. ആൻസർ എന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് വൺ, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ആൻസർ ഈസ് ചൈന. 19ാം ഏഷ്യൻ ഗെയിംസ് ചൈന. ഷുവാങ്ഷു അല്ലേ? ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ അല്ലേ? ഇവിടെ പാമ്പാറും ഭവാനിയും ഉണ്ടല്ലേ? പാമ്പാർ, ഭവാനി എന്ന് പറയുമ്പോൾ എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ 2 എണ്ണം അല്ലേ? ഒരെണ്ണം കൂടി ഏതാണത്? കബനി. 3 പേരുണ്ട്. കബനി, പാമ്പാർ, ഭവാനി 3 പേരും കിഴക്കോട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലേ? ഇവിടെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അതാണ് ഉത്തര മഹാസമുദ്രം. അത് അങ്ങനെ അങ്ങോട്ട് പഠിക്കുക. ധാന്യപ്പുര ഏതാണ്? ഉത്തര മഹാസമുദ്രം. ധാന്യപ്പുര, ഇന്ത്യയുടെ ധാന്യങ്ങളുടെ പുര ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. മഹാസമുദ്രത്തിലാണ് ധാന്യങ്ങളെല്ലാം പുരയാക്കി അല്ലേ? ധാന്യങ്ങളുടെ പുര, വീട് ഉത്തര മഹാസമുദ്രം. ആ മഹാസമുദ്രത്തിലാണ് നിരപ്പ് പ്രദേശം എന്ന് ഓർക്കുക. അവിടെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് പുരയാക്കി വെച്ചു എന്നൊക്കെ ഓർക്കുക. എന്നിട്ട് കിട്ടും എന്ത്? ഉത്തര മഹാസമുദ്രം ഇന്ത്യയുടെ ധാന്യപ്പുര. ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം വേമ്പനാട്, ശാസ്താംകോട്ട, വെള്ളായണി, പരവൂർ. ദി ആൻസർ ഈസ് ശാസ്താംകോട്ട. ശുദ്ധജലമാണത് ശാസ്താംകോട്ട. ശാസ്താവിൻ്റെ ഓർക്കുക. ശുദ്ധജല തടാകം ശാസ്താവ്, അയ്യപ്പൻ, ശാസ്താംകോട്ട ശുദ്ധജല തടാകം, ശുദ്ധജലം. നെക്സ്റ്റ് വൺ, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഈസ് 9 എണ്ണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിയാർ, നെയ്യാർ, ഭാരതപ്പുഴ, പമ്പ. ഏതാണത്? പമ്പ. ശബരിഗിരി, പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ പറഞ്ഞതിൽ ഏതാണ്? സിയാച്ചിൻ, ഇന്ദിരാകോൾ, ഇന്ദിരാ പോയിന്റ്, റാൻ ഓഫ് കച്ച്. തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ അത് ഇന്ദിരാ പോയിൻ്റാണ്. തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ അത് ഇന്ദിരാ പോയിൻ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അടുത്തത്, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941 ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. നെക്സ്റ്റ് വൺ, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതിയിൽ എ ജെ ദേശായി. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ സൈലൻറ്റ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്?
പശ്ചിമഘട്ടത്തിൽ സംരക്ഷിത പ്രദേശമായ വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടൻചോല, ആനമുടിച്ചോല എന്നിവയുണ്ട്. അതിൽ ആൻസർ ഏതാണ്? ആൻസർ ഈസ് വരുന്നത് സൈലൻറ്റ് വാലി. പാലക്കാട് ജില്ല അല്ലേ, അവിടെ സൈലൻറ്റ് വാലിയാണ് വരുന്നത്. അതിനകത്തതാണ് സിംഹവാലം കുരങ്ങുകൾ വരുന്നത്, പ്രസിദ്ധമാണത്. അതിനുവേണ്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അവിടെ സൈലൻറ്റ് വാലി ആകാൻ കാരണം. അപ്പോൾ സിംഹവാലം കുരങ്ങിനെ കൂടി സൈലൻറ്റ് വാലി ഓർക്കുമ്പോൾ ഓർക്കുക. അതിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ എന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം, അസം, മേഘാലയ, ത്രിപുര. ആൻസർ എന്താണ്? മേഘാലയ അല്ലേ, ചിറാപുഞ്ചി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ 73. 73 ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 14ാം ഉപരാഷ്ട്രപതി ഏതാണ്? 14ാമത് ഉപരാഷ്ട്രപതി. ഓക്കെ, വെങ്കയ്യ നായിഡു, ജഗദീപ് ധൻകർ, ദ്രൗപദി മുർമു, രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണിത്? ജഗദീപ് ധൻകർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു 3-4 കറണ്ട് അഫെയർ തന്നെ കിട്ടില്ല, പ്രധാനമായിട്ടും അല്ലേ, മന്ത്രി, ഉപമന്ത്രി അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. ഇത് കൂലി വർക്കറിൻ്റെ മെയിൻ എക്സാം. അപ്പോൾ അതേപോലെ LGSന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ആപ്റ്റായി വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, ഈ മോഡൽ. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മോഡ്യൂൾ. അല്ലാത്തവ ഏതാണ്? ആൻസർ ഈസ് ഏതാണ്? ഓർബിറ്റ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗലിൻ്റെ ചിത്രം ഏതാണ്? അമൃത ഷെർഗലിൻ്റെ ചിത്രം ഏതാണ്? അമൃത ഷെർഗലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതം. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ചരക്ക് സേവന നികുതി GST വന്നത് എന്നാണ്? GST വന്നത് എന്നാണ്? പഠിച്ചു വെക്കുക. 1 ജൂലൈ അല്ലേ, ജൂലൈ 1, 2017. GST 7 അത് മറന്നു പോകരുത്. 7 GSTക്കകത്ത് S7 എന്ന് ഓർക്കുക. അപ്പോൾ 17 ആണല്ലോ. ജൂലൈ 1 GST. ഓക്കെ, ജൂലൈ. ജിയും ടിയും ജൂലൈ. ഓക്കെ, 1 എന്നുള്ളത് ഓർക്കാം. പിന്നെ വർഷം ഓർക്കണമെങ്കിൽ 7 S, GSനകത്ത് 7 ഉള്ളത് S എന്ന് ഓർക്കാം. 7, 17, 7, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണം. ചിലപ്പോൾ കിട്ടാതെ വരും. നമുക്ക് വർഷം 15 ആണോ 17 കൺഫ്യൂഷൻ വരാം. അത് വരാതെ ജൂലൈ 1, 2017 GST വന്നു. ഓക്കെ, ഗോദാൻ എന്ന കൃതി രചിച്ചതാരാണ്? ഗോദാൻ കൃതി രചിച്ചതാരാണ്? ഗോദാൻ എന്ന് പറയുമ്പോഴേതാണ് പ്രേംചന്ദ്. ഗോദാൻ പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ മഞ്ഞ വളയം എന്ന് പറയുമ്പോൾ അത് ഏഷ്യയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ അല്ലു അർജുൻ. നെക്സ്റ്റ് വൺ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? തുറന്നിട്ട വാതിൽ, കാലം സാക്ഷി, വേരുകൾ, എൻ്റെ കഥ. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഉമ്മൻചാണ്ടി ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടി കാലം സാക്ഷിയാണ് ആത്മകഥ. നെക്സ്റ്റ് വൺ, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ, ന്യൂസിലാൻഡ്, ചൈന, UAE. ആതിഥേയത്വം വഹിച്ച മിസ് വേൾഡിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ, ഇന്ത്യയാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്, ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ. ആൻസർ ഈസ് ഹൈദരാബാദ്. അംബേദ്കർ പ്രതിമയാണ് ഇവിടെ വന്നേക്കുന്നത് ഹൈദരാബാദ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഈസ് B ആണ്. 2 മാത്രമാണ് ശരിയായ ജോഡി. അതായത് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നില്ല. നമുക്ക് 32 പല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല, കോമ്പല്ലാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നില്ല.
നെക്സ്റ്റ്, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിള സങ്കര ഇനമാണ്? ലോല എന്ന് പറയുമ്പോഴത് പയറാണ്. ലോല എന്ന് പറഞ്ഞാൽ പയറിൻ്റെ. നെക്സ്റ്റ് വൺ, ലോല പയർ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളരുന്നു. ഏത് അപര്യാപ്ത രോഗ ലക്ഷണമാണ്? സ്കർവി, ഗോയിറ്റർ, കണ, അനീമിയ. ആൻസർ എന്താണ്? ആൻസർ ഈസ് കണരോഗം. എൻ്റെ മറ്റൊരു പേരെന്താണ്? റിക്കറ്റ്സ് അല്ലേ? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നുള്ളതാണ് കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അത് അപര്യാപ്ത രോഗമാണ്. അതായത് കാൽസ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണെന്ത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. അതിൻ്റെ അസ്ഥികൾ കനം കുറയുന്നുള്ളതാണെന്ത് ലക്ഷണം വരിക. ഇനി സ്കർവി എന്ന് പറയുമ്പോൾ എന്താണ്? വിറ്റമിൻ ഡി ആണ് വരിക. അതിൻ്റെ കൂടെ സി. വിറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് വരിക. അപര്യാപ്തത വൈറ്റമിൻ ഡെഫിഷ്യൻസി കണരോഗത്തിൻ്റെ വൈറ്റമിൻ ഡി ആണ്. സ്കർവിക്ക് വിറ്റമിൻ സി ആണ് വരിക അല്ലേ? ഗോയിറ്റർ എന്ന് പറയുമ്പോൾ എന്താ വരിക? അയഡിൻ ഡെഫിഷ്യൻസി, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്? തൊണ്ടമുഴ അല്ലെ ഗോയിറ്റർ എന്ന് പറയുന്നത്. അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? അയൺ അല്ലേ? ഫോളിക് ആസിഡ്, അയണിൻ്റെ കുറവുണ്ടാകുന്ന രോഗം എന്താണ്? അനീമിയ, രക്തക്കുറവ് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് എന്ത്? കണരോഗം. അതിൻ്റെ കാണിക്കുന്നത് എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതിലും പുറകോട്ടിങ്ങനെ രണ്ട് കാലും വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കണരോഗം. അല്ല, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് കാല് രണ്ട് അകത്തേക്ക് ഇങ്ങനെ വെക്കാതെ നേരെ നിൽക്കാതെ കാല് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ് എന്ത്? ഇത് കണരോഗം അല്ലേ? റിക്കറ്റ്സിൻ്റെ മറ്റൊരു പേര് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. സ്കർവി എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയാണ്. ഗോയിറ്റർ എന്ന് പറയുമ്പോൾ അയോഡിൻ ഡെഫിഷ്യൻസിയാണ്. അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ അത് അയൺ, ഫോളിക് ആസിഡ്, അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി, അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ്, കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായത്. അതായത് കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. നെക്സ്റ്റ് വൺ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ച് വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കടലാമകൾ മുതിയം കടൽത്തീരം ഒന്ന് ഓർക്കുക. ഏത് ജില്ല? കേരളത്തിലെ ഏത് ജില്ല? കൊല്ലം, മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം. കടലാമകളെ സംരക്ഷിക്കുന്ന മുതിയം കടൽത്തീരം ഏത് ജില്ലയിലാണ് വരുന്നത്? ഏത് ജില്ലയാണത്? മലപ്പുറം ജില്ല. മുതിയം, മലപ്പുറം ജില്ല. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്? മില്ലറ്റ് എന്ന് പറയുമ്പോൾ 23 മില്ലറ്റ് പയറുകൾ. 23 മില്ലറ്റ്. 23 മില്ലറ്റ്. 24 എന്താണ്? ഒട്ടക വർഷം അല്ലേ? കെമലിയോട്സ്. ഒട്ടക വർഷമാണ് 24. കെമലിയോട്സ് എന്ന് പറയുന്നത് 24 ഒട്ടക വർഷം. അതായത് ഈ ഒട്ടക വർഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവർക്ക് പരിസ്ഥിതിയൊക്കെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് നോക്കുക. ഒട്ടക വർഷം എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും പരിസ്ഥിതിയെയും ചുറ്റുപാടിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു നോക്കുന്നുണ്ട്. ഓക്കെ, പരിസ്ഥിതി അതായത് ഒട്ടക വർഷമാണ്. കെമലിയോട്സിൻ്റെ വർഷം ഒട്ടക വർഷമാണെന്ത്? 24. ഓക്കെ. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം, ഗ്രാമീണം, ആശ്വാസകിരണം ഇവയൊന്നുമല്ല. ഏതാണത്? ആർദ്രം പദ്ധതിയാണ്. ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നതാണെന്ത്? ആർദ്രം പദ്ധതി. ഓക്കെ. മിക്സി പ്രവർത്തിപ്പിക്കുകയുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുക? വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. വൈദ്യോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ആൻസർ ഇവിടെ മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതാണ് വരുന്ന ആൻസർ. വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അതായത് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നതിനെ അരഞ്ഞു കിട്ടുന്നു, യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുക അല്ലേ. അവിടെ താപോർജ്ജം കൂടുതലുണ്ടാകുന്നുണ്ട്. കുറേ അധികം സമയമായി എന്താവും? താപോർജ്ജവും കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ അല്ലേ.
എല്ലാം നമുക്ക് ശരിക്കും കാണേണ്ടതാണ്. ഏത് നന്നായി സൂക്ഷിച്ച് കാണേണ്ട സാധനങ്ങളാണ് മൂന്നെണ്ണം. അപ്പോൾ ഏത് ലെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് കോൺവെക്സ് ലെൻസാണ്. ഏതാണത്? കോൺവെക്സ് ലെൻസ്. നെക്സ്റ്റ്, ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഇതാണ്. ആൻസർ ജൈൻറ്റ് വീലിൻ്റെ ചലനം. നെക്സ്റ്റ് വൺ, കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? മെൻറ്റിലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. ഇതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ടൈറ്റാനിയമാണ്. നെക്സ്റ്റ് വൺ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്നു. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അകലം കൂടുന്നു. കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകളുടെ ചലനം കുറയുന്നു. ആൻസർ ഈസ് 1, 2, 3 ശരിയാണ്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്നു. ശരിയാണല്ലോ അല്ലേ? അപ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകളുടെ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഏറ്റവും വലിയ പരീക്ഷണാത്മകമായ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് ഇത് JT60SA എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഈസ് ഏതാണ്? വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉൾപ്പെടാത്തതാണ്. ഇതിന് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഒറ്റപ്പെട്ടത്. ക്ഷയം, ചിക്കൻ പോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഒറ്റപ്പെട്ടത് ഏതാണ്? അതിൽ ചിക്കൻ പോക്സ് ആണ് നമുക്ക് ഒറ്റപ്പെട്ടതേ കാണാൻ കഴിയില്ല. ചിക്കൻ പോക്സ് ആണ് ഒറ്റപ്പെട്ടത്. അത് ചിക്കൻ പോക്സ് വൈറലാണ് അല്ലേ? ബാക്കി ക്ഷയം, വിബ്രിയോ കോളറെ, വിബ്രിയോ കോളറ പരത്തുന്നത്. ഓക്കെ. എലിപ്പനി, ഡിഫ്തീരിയ അതും ബാക്ടീരിയ ആണ്. ഇതും ബാക്ടീരിയ, ഇതും ബാക്ടീരിയ. ചിക്കൻ പോക്സ് വൈറസ്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ വൈറസിന് വവ്വാലാണോ, കൊതുകാണോ, പന്നിയാണോ, ഈച്ചയാണോ? നിപ്പ വൈറസിൻ്റെത് പ്രകൃതിയുള്ള ഏതാണ്? നമുക്കറിയാം അല്ലേ? വവ്വാൽ. നെക്സ്റ്റ് വൺ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അക്രോമെഗാലി, ഡയബറ്റിസ് മെലിറ്റസ്, വാമനത്വം. ആൻസർ എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. മെലിറ്റസ്. ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമുണ്ടെന്ന അവസ്ഥയാണെന്ത്? ഡയബറ്റിസ് മെലിറ്റസ് അല്ലേ? അക്രോമെഗാലി, വാമനത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാകുന്ന അവസ്ഥ, അതായത് സൊമാറ്റോട്രോപ്പിൻ്റെ അവസ്ഥ, അത് ഹോർമോണിൻ്റെ അവസ്ഥ കുറവാകുന്ന അവസ്ഥ വാമനത്വം അല്ലേ? അക്രോമെഗാലി എന്ന് പറയുമ്പോഴത്തേത് സൊമാറ്റോട്രോപ്പിൻ, അത് വളർച്ചാ ഹോർമോൺ കൂടുതലാകുന്നതാണ് അക്രോമെഗാലി. ഇത് കുറവാകുന്ന അവസ്ഥ. നെക്സ്റ്റ് വൺ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, കാർബൺ. ആൻസർ ഇരുമ്പാണ് അല്ലേ? ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന മൂലകം. ഇരുമ്പാണ്. അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കും. ഹീമോഗ്ലോബിൻ HB, ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഓരോ കോശങ്ങളിലും പോയി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇരുമ്പ് ആവശ്യമുണ്ട്. ഇരുമ്പ് കുറഞ്ഞാൽ അനീമിക് ആവുകയും ചെയ്യും. സോ ഹീമോഗ്ലോബിൻ കുറയുകയും ചെയ്യും. അപ്പോൾ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ലാക്ടോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്നത് എന്തുകൊണ്ടാണ്? രക്തസമ്മർദ്ദം അളക്കുന്നത് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ കൊണ്ടാണ് രക്തസമ്മർദ്ദം അളക്കുക അല്ലേ? ലാക്ടോമീറ്റർ എന്താണ്? പാലിൻ്റെ കാർഡിൽ പാലിൻ്റെ തോത് അളക്കുന്നത് അല്ലേ? പാലിൻ്റെ ശുദ്ധത അളക്കുന്നതാണ് ലാക്ടോമീറ്റർ. ടെമ്പറേച്ചർ തെർമോമീറ്റർ. സ്റ്റെതസ്കോപ്പ് എന്താണ്? നമുക്ക് ഹൃദയം മിടിപ്പൊക്കെ നമുക്ക് ഡോക്ടർ വെച്ച് നോക്കാൻ നമുക്കറിയില്ല അളക്കുന്നത്. സ്പിഗ്മോ രക്തസമ്മർദ്ദം അളക്കുക, BP അളക്കുക, രക്തസമ്മർദ്ദം BP അളക്കുന്നതാണ് സ്പിഗ്മോ മാനോമീറ്റർ. ലാക്ടോമീറ്റർ പാലെന്ന് ഓർത്ത് വെച്ചേക്കുക. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത
അവസ്ഥ, കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ആർത്രോസ്ക്ലെറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, പ്രമേഹം. കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണത്? പ്രമേഹം അല്ലേ? പ്രമേഹം എന്ന് പറയുമ്പോൾ അത് പഞ്ചസാരയുടെ ഇൻസുലിൻ്റെ ഒക്കെ പരിപാടി വരുന്ന പ്രമേഹം. ആർത്രോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ അല്ലേ, രക്തക്കുഴലിനകത്ത് പിന്നെ കൊഴുപ്പ് കൂടിയിട്ട് അതിൽ കൂടി ബ്ലഡ് പോകാത്ത അവസ്ഥ, തിങ്ങി നിന്നിട്ട് ബ്ലഡ് പോകാത്ത അവസ്ഥ അല്ലേ. പക്ഷാഘാതം അതുവഴി ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഹൃദയാഘാതം, അങ്ങനെ ഹൃദയത്തിനുണ്ടാകുന്ന എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഈ കൊഴുപ്പ് കൂടുമ്പോഴത്തേക്കിന് ഹൃദയത്തിലേക്കുള്ള രക്തം ചെല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാവുക. പക്ഷാഘാതം, തലയിലേക്കുള്ള ബ്ലഡ് ചെല്ലാത്ത അവസ്ഥയാണെന്ത്, പക്ഷാഘാതം ഉണ്ടാക്കുന്നത്. പ്രമേഹം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ അല്ലെ പഞ്ചസാരയുടെയൊക്കെ അല്ലേ, ഇൻസുലിൻ്റെയും ഗ്ലൂക്കോണിൻ്റെയൊക്കെ അഭാവത്തിലുണ്ടാകുന്ന അസുഖം, ഇൻസുലിൻ്റെ അഭാവത്തിലുള്ള അസുഖമാണ് പ്രമേഹം. നെക്സ്റ്റ് വൺ, എയ്ഡ്സിന് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? HIV എന്ന് പറയുന്നത് ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുക? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ. ഏതാണത്? ലിംഫോസൈറ്റുകളാണ് അല്ലേ, ലിംഫോസൈറ്റാണ്. HIV ബാധിക്കുന്ന ഏതിനെയാണ്? ലിംഫോസൈറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് ന്യൂട്രോഫിലും ലിംഫോസൈറ്റും മോണോസൈറ്റും ബേസോഫിലും ഒക്കെ ആരാണ്? WBC കോശങ്ങളാണ് അല്ലേ. WBC വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ശ്വേതരക്താണുക്കളാണ്. നമ്മുടെ ബ്ലഡിനകത്ത് എന്താ പറയുക, RBCയും ഉണ്ട് WBCയും ഉണ്ട് അല്ലേ. RBC എന്ന് പറയുമ്പോൾ ചുവന്ന രക്താണുക്കൾ, അരുണ രക്താണുക്കൾ എന്ന് പറയും. അവിടെയാണ് ആര് വരുന്നത്? ഹീമോഗ്ലോബിൻ്റെ ഒക്കെ വരുന്നത് അവിടെയാണ് അല്ലേ. അവരാണ് ഊർജ്ജമൊക്കെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ പോകുന്നത്. അവർ ബോഡിക്ക് വേണ്ടി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം RBCക്കകത്താണ് ഹീമോഗ്ലോബിനും ഒക്കെ ഹീം പാർട്ട്, ഗ്ലോബിൻ പാർട്ട്, ഇതൊക്കെ 2 പാർട്ടുണ്ട്. ആ ഹീമിലാണ് ആരിയ്ക്കുന്ന? ഹീമോഗ്ലോബിൻ ഇരിക്കുക. അവിടെ ഇരുമ്പിൻ്റെ അംശമുണ്ട് വേണം അല്ലേ. ഇനി WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ശ്വേതരക്താണുക്കൾ, രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നവരാണ് അല്ലേ ഈ WBC. അതിനകത്ത് എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങൾ ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. WBCക്കകത്ത് കുറേ ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽസ് അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലിംഫോസൈറ്റാണ് എന്ത് ചെയ്യുന്നത്? HIV രക്തകോശങ്ങളെ ബാധിക്കുന്നത്. HIV എന്ന് പറയുമ്പോൾ വരുന്നത് ആരെയാണ് ബാധിക്കുക? ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുക. രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് ലിംഫോസൈറ്റ് അല്ലേ, കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അവർ അതാണ് പറയുന്നത്. ലിംഫോസൈറ്റ് അതായത് WBC ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധ ശേഷി നേടിക്കൊടുക്കുന്നവരാണ്. ഓക്കെ, അതിൻ്റെ ധർമ്മം അതാണ്, അതിൻ്റെ കർത്തവ്യം ധർമ്മം അതാണ്. WBC രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ WIFS. ഇത് കഴിച്ചിട്ട് കുറച്ച് പേർക്കെങ്കിലും എന്തുണ്ടാകും? വൊമിറ്റിംഗ് അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫോളിക് ആസിഡ് കൊടുക്കുമ്പോൾ, അയൺ ഗുളിക കൊടുക്കുമ്പോൾ WIFS എന്ന പേര് അല്ലേ. വൊമിറ്റിംഗ് അല്ലെങ്കിൽ അതുപോലെ എന്താണ് വയറുവേദനയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റയർ കേസുകളിൽ 1-2 പേർക്ക്. നെക്സ്റ്റ് വൺ, കുട്ടികൾ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ എന്താണ്? ബാലമിത്ര. കുഷ്ഠരോഗത്തെ കണ്ടെത്താൻ ബാലമിത്ര. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച് സൂചി എന്നിവയിലൂടെ. പകരുന്നില്ല, എയ്ഡ്സ് രോഗം പകരുന്നില്ല ഏതിലൂടെ? ഏതാണത്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. നെക്സ്റ്റ് വൺ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ആൻസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം? സുരക്ഷിതമായ നഗരം ആൻസർ എന്താണ്? കൊൽക്കത്തയാണ്. സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണത്? സ്പൈസസ് പാർക്ക് തുടങ്ങനാട്. ഇവിടെ തുടങ്ങനാട്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 28%. മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു. വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.